നമുക്ക് എന്താ പരിസ്ഥിതി ഒന്നും കൂടുതലായിട്ടൊന്നും പോകണം അല്ലേ. അപ്പൊ നമ്മളെ മരങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം അടങ്ങുന്നതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് അല്ലേ. അല്ലേ, രണ്ട് തരത്തിലുള്ള പരിസ്ഥിതി ഉണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ടുള്ള പരിസ്ഥിതിയാണ്, ഒന്ന് നിർമ്മിതമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന പരിസ്ഥിതിയാണ് അല്ലേ. സ്വാഭാവികമായിട്ട് പരിസ്ഥിതി ഏതാ? വനം. വെരി ഗുഡ്. കാടാണ് നമ്മൾ സ്വാഭാവികമായ പരിസ്ഥിതി അല്ലേ. നമ്മൾ നിർമ്മിക്കുന്ന പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങള്, റോഡുകള്, ഇതെല്ലാം നമ്മൾ നിർമ്മിക്കുന്ന പരിസ്ഥിതികളാണ് അല്ലേ. അപ്പോ ഈ സ്വാഭാവികമായ പരിസ്ഥിതിയുടെ സംരക്ഷണമാണ് നമ്മളുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് അല്ലേ. അപ്പൊ വനം, കാട്ടിലേക്ക് ആരൊക്കെ പോയിട്ടുണ്ട്? കാട്ടിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ഏത് കാടാ പോയി? ഏതാ കാട്ടിലേക്ക് പോയിരിക്കുന്നത്? ഏത് കാട്ടിലേക്കാണ് നമ്മൾ പോയതാ? ആരെ കാട്ടിൽ പോയി? നിങ്ങൾ ആരും കാട്ടിൽ പോയിട്ടില്ല? ഏത് കാട്ടിലേക്കാ? നമുക്കില്ല അല്ലേ. നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് കൂടാതെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അത്യാഗ്രഹം കാരണം മരം വെട്ടുന്നു, കാട് കയ്യേറുന്നു, പുഴയിലെ മണൽ ഊറ്റുന്നു, പിന്നെന്താ കുന്നുകളും മലകളും ഇടിച്ച് നിരപ്പാക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോ നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമാകും. പരിസ്ഥിതി സന്തുലിതാവസ്ഥ നഷ്ടമാകുമ്പോൾ എന്താ? അതിന്റെ പ്രത്യാഘാതം ആർക്കാ കിട്ടുന്നത്? നമുക്ക് തന്നെയാണ് അല്ലേ. കാരണം എങ്ങനെയാ പ്രത്യാഘാതം കിട്ടുക? എങ്ങനെയാണ്? ഇപ്പോ കുന്നുകൾ ഇടിക്കുന്നു, അല്ലെങ്കിൽ മരം മുറിച്ചു എന്ന് വെക്കുക. സിമ്പിളായിട്ട് മരം മുറിക്കുന്നു. മരം മുറിക്കുമ്പോൾ ഒരു പ്രദേശത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് എന്തുണ്ടാവും? മണ്ണൊലിപ്പ് കൂടുതൽ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു വരുന്നതാണ്. മണ്ണൊലിപ്പ് കൂടുതൽ. മണ്ണൊലിപ്പ് കൂടാതിരിക്കാൻ എന്താ? മരങ്ങൾ ഫുള്ളായിട്ട് വേര് വെച്ച് തടഞ്ഞു നിർത്തും മണ്ണിന് അല്ലേ. അപ്പോൾ മരങ്ങൾ പോയി കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് കൂടും. മണ്ണൊലിപ്പ് കൂടിയാൽ എന്താ? ആ മണ്ണ് അങ്ങനെ വന്ന് പുഴയിലടിയും. പുഴയിലടിഞ്ഞാൽ എന്താ ബന്ധം? മണ്ണ് വന്ന് പുഴയിലടിഞ്ഞപ്പോൾ എന്താ പ്രശ്നം? ചളിവെള്ളം ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? കുടിക്കാൻ പറ്റില്ല. അതല്ല, ഇത് ചളിവെള്ളം ആവുന്നത് ഒരു പ്രശ്നം. അടുത്തതെന്താ? പുഴയുടെ ആഴം കുറയും അല്ലേ. മണ്ണ് വന്ന് അടിയുമ്പോൾ പുഴയുടെ ആഴം കുറയുമ്പോൾ മഴ വരുമ്പോൾ, ചെറിയൊരു മഴ വന്നാൽ തന്നെ പുഴ എന്ത് ചെയ്യും? നിറയും. പുഴ നിറയുമ്പോൾ പുഴയുടെ അരികത്തുള്ളവരെല്ലാവരും വീട്ടിൽ വെള്ളം കയറും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രളയം അല്ലേ. പണ്ട് നിങ്ങളുടെ മുത്തശ്ശിമാര് വീട്ടിലുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ, ഇതിനേക്കാളും കൂടുതൽ മഴ പെയ്യും നമ്മുടെ നാട്ടുകളിൽ. ഇതിനേക്കാളും കൂടുതൽ മഴ പെയ്യും. അപ്പോഴൊന്നും സ്കൂളിൽ ലീവ് കൊടുക്കാറില്ല. ഇപ്പം നിങ്ങൾക്ക് 2 ദിവസം മഴ പെയ്താൽ വേഗം പോയി എല്ലാവരും TV വെക്കും, വാർത്ത കേൾക്കും. അപ്പോൾ വീട്ടുകാർ വിചാരിക്കും, ഓ മകള് അല്ലെങ്കിൽ മോൻ പഠിച്ചു നല്ല കുട്ടിയായി വാർത്ത കേൾക്കുകയാണ്. എന്തിനാ വേണ്ടിയാ വാർത്ത കേൾക്കുന്നത്? സ്കൂൾ അവധിയുണ്ടോ നോക്കാൻ. അല്ലാതെ നമുക്ക് വിവരങ്ങൾ അറിയാനാണോ? 2 ദിവസം കൂടുതൽ മഴ പെയ്താൽ സന്തോഷമായി, വേഗം പോയി അടുത്ത ദിവസം രാവിലെ പല്ല് വയ്ക്കുക, ന്യൂസ് വയ്ക്കുക. അന്ന് പാലക്കാട് ജില്ലയിൽ ഒഴിവാണ് എന്ന് പറയുമ്പോൾ ഹാപ്പി. വേഗം TV നിർത്തി വയ്ക്കും, പിന്നെ മഴയത്ത് കളിക്കാൻ പോകും. പക്ഷെ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ മുത്തശ്ശിമാർ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കൂ, മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതിനേക്കാളും കൂടുതൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ